ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ശരത് ഹിയർ. ഇന്നൊരു നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള മോർണിംഗ് ആശംസിക്കുന്നു. ഞാനിപ്പം സ്കൂളിലേക്ക് പോകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ നല്ല മഴയാണ് ഇവിടെ നമ്മുടെ ഐലൻഡിൽ. ഇവിടുത്തെ മഴ എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിളാണ്. അതായത് എപ്പോഴാണ് പെയ്യുന്നത് എപ്പോഴാണ് തീരുന്നത് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ ടൈമില്ല ഇവിടുത്തെ മഴയ്ക്ക്, എപ്പോൾ വേണമെങ്കിലും പെയ്യും. ഇപ്പോൾ സ്കൂളിലെത്തി. ഞാൻ സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലായിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റിംഗ് ഷെഡാണ്. വെയിറ്റിംഗ് ഷെഡേ ഉള്ളൂ, ബസ്സും കാര്യങ്ങളും സർവീസൊന്നും ഇല്ല കേട്ടോ ഇവിടെ. ചുമ്മാ റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്, എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് സജസ്റ്റ് ചെയ്തത് എൻ്റെ രാവിലെ മുതലുള്ള എൻ്റെ ഡെയിലി റുട്ടീൻസ് എടുത്തിടാൻ പറഞ്ഞു. അപ്പം എന്നാൽ ഓക്കെ, എനിക്കൊരു നേരം പൊക്കവും അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കിവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന രാവിലെ 6:45 ടീച്ചേഴ്സ് റിപ്പോർട്ട് ചെയ്യണം. 6:45. അത് കഴിഞ്ഞിട്ട് 7 മണി 7:15 ആകുമ്പോഴത്തേനും പിള്ളേർ വരും. നമുക്ക് 7:30 മുതലാണ് വർക്കിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്കൂളിൻ്റെ ഷെഡ്യൂൾ വരുന്നത്. നമുക്ക് 12:45 വരെയാണ് ടൈമുള്ളത്. 12:45 വരെയാണ് ക്ലാസ് ടൈം. 12:45 എക്സിറ്റ് ചെയ്ത് നമുക്ക് റൂമിൽ പോകാം, വീട്ടിൽ പോകാം. അതാണ് ഇവിടുത്തെ സിസ്റ്റം. ആകെ ഒരു ചടങ്ങ് പറഞ്ഞാൽ രാവിലെ എണീക്കൽ മാത്രമാണ്. പൊതുവെ ശീലമില്ലാത്തൊരു സ്വഭാവമാണ്. രാവിലെ 5 മണിക്ക് അലാറം വെച്ചു. എണീറ്റിട്ട് നോക്കിയപ്പോഴത്തേനും അത് 5:30 വരെ കിടന്നേക്കാന്ന് വെച്ചു. 5:30ക്കും അലാറം വെച്ച് കടന്നു. 5:30 ആയപ്പോഴത്തേനും അലാറം അടിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ വിളിച്ചു, എഴുന്നേൽപ്പിച്ചു. അതായത് നമ്മുടെ ഇവിടെ 5:30 എന്ന് പറയുമ്പം നാട്ടിലെ 6 മണി. അത് അവിടെ ഓൾറെഡി അമ്മയൊക്കെ എണീക്കുന്ന സമയമായി. അമ്മ രാവിലെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. ഞാൻ എണീറ്റ് നേരെ പോയി രാവിലെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ. ചുമ്മാ ഫാസ്റ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഒരു 9-10 മണി വരെ ശരിയാകത്തില്ല. എനിക്കാണെങ്കിൽ പെട്ടെന്ന് വിശക്കുകയൊക്കെ ചെയ്യും. വിശന്ന് കഴിഞ്ഞാൽ കൈയും കാലുമൊക്കെ വിറയ്ക്കാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു ചെറിയ സൂക്കേടുണ്ട്. ഞാൻ എന്നിട്ട് പിന്നെ രാവിലെ എഴുന്നേറ്റ് പാല് തിളപ്പിച്ചു. അതിനകത്ത് രാവിലെ ഓട്സാണ് കഴിച്ചു. ഓട്സ് റെഡിയാക്കിയിട്ട് ഞാൻ പിന്നെ അതിനെ ചൂടാറാൻ വേണ്ടി അവിടെ വെച്ചു. നേരെ പോയി കുളിച്ച് പല്ല് തേച്ച് ഡ്രസ്സൊക്കെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും നല്ല മഴ ഇതാ കിടക്കുന്നു. എന്നിട്ട് നേരെ അടുക്കളയിൽ പോയി ഫുഡ് നിറഞ്ഞ രാവിലത്തെ ഓട്സും കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്ക് നടന്നു വന്നു. നല്ല ഹെവി മഴയായിരുന്നു, നല്ല കാറ്റ്, ഹെവി മഴ. കണ്ട കുറച്ചൊക്കെ നനഞ്ഞു കഴിഞ്ഞൊരു സുഖമില്ല, ഫ്രഷ്നസ്. പിന്നെന്തുവാ, ഇതാണ് രാവിലത്തെ ഇപ്പം വരെയുള്ള പ്രൊസീജിയറല്ല, ഇപ്പം വരെയുള്ള രീതി. ഇപ്പോൾ വരെയുള്ള സിറ്റുവേഷൻ ഇതായിരുന്നു. ഓക്കെ, ഇനി പതി ഞാൻ എല്ലാം അപ്ഡേറ്റ് ചെയ്ത് തരാം. ഇന്നത്തെ ബാക്കിയുള്ള എൻ്റെ പ്ലാനിങ് എന്നാന്നൊക്കെ വെച്ചാൽ, പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ക്ലാസ് ഇവിടെ 9 മണി ആകുമ്പോഴത്തേന് 9:15 കഴിയുമ്പോഴത്തേനും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രേക്ക് ഉണ്ട്. 10 മണി വരെ, 9:20 മുതൽ 10 മണി വരെ. നമുക്ക് ആ സമയത്ത് വീട്ടിൽ പോകാം. ഞാൻ ആ സമയത്ത് വീട്ടിൽ പോയിട്ട് ഞാൻ എന്നെ കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല, കാരണം ഞാൻ ഒന്നും ഉണ്ടാക്കി വെക്കാൻ പ്ലാൻ ചെയ്തില്ലായിരുന്നു. കുറച്ച് ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട്, കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാം. ഉച്ചക്കത്തേക്ക് ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള സെറ്റപ്പാക്കാം. 10 മണി വരെ സമയമുണ്ട്, ചപ്പാത്തി ഉണ്ടാക്കാം. കാരണം ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേനും വിശന്ന് കഴിഞ്ഞാലേ കുരു കേട്ടോ. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്തു. ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് മീൻ പിടിക്കാൻ പോയാലോ എന്ന് ആലോചിക്കാം. പക്ഷെ ഉച്ചയ്ക്ക് ഭയങ്കര വെയിലായിരിക്കും. അതാണ് ഇവിടെ പട്ടി വെയിൽ. ഞാൻ പതിയെ എല്ലാം അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. സോ സീ യു സൂൺ.